മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. പടിഞ്ഞാറേക്കല്ലട പാട്ടമ്പലം കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കല്ലടയാറ്റിൽ പടിഞ്ഞാറേക്കല്ലട പാട്ടമ്പലം കടവിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കാർപ്പിനത്തിൽപ്പെട്ട 2.5 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. Integrated Fishery Resource Management in Inland Aquatic Ecosystem 25-26 ഭാഗമായി പൊതുജലാശയത്തിലെ മത്സ്യവിത്ത് നിക്ഷേപത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നമ്മുടെ ആരാധ്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിക്കുന്നത്. തീർച്ചയായും എല്ലാ വർഷവും ഇവിടെ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ വലിയ പ്രയോജനം ഈ നാട്ടിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മത്സ്യത്തിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കും വലിയ സഹായകമായിട്ടുണ്ട് എന്ന് അനുഭവം കൊണ്ട് തന്നെ ബോധ്യപ്പെടും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വീരതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സുധീർ, ഉഷാലിയും ശിവരാജൻ, അംബിക, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾ രാജൻ, ആര്യ, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.